ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ജില്ലാ ശുചിത്വ മിഷൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി നടത്തിയ വൃത്തി 2025 പ്രാദേശിക മാധ്യമ ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ ശുചിത്വ മിഷൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി നടത്തിയ വൃത്തി 2025 പ്രാദേശിക മാധ്യമ ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ആയാലും ചെയ്യുന്ന കാര്യം നല്ലത് തന്നെ പറയണം. ചെയ്തത് ഞങ്ങൾ മനുഷ്യരാണ്, ജനപ്രതിനിധികൾ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതാണ് മനുഷ്യരെ പോലെ ഞങ്ങളും നിങ്ങളോടൊപ്പമുള്ള മനുഷ്യർ തന്നെയാണ്. ഞങ്ങൾ ഇടപെട്ടാലും ചിലപ്പോൾ വല്ല തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നമുക്കത് ഞങ്ങൾ ഭരണസമിതി യോഗമൊക്കെ ചേർന്ന് ഇതുപോലെയുള്ള ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞ് നമുക്ക് തിരുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ വലിയൊരു മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയം നിങ്ങൾ കരുതണ്ട. ഇപ്പോൾ കഴിഞ്ഞ 23-ാം തീയതി മുതൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് തലത്തിലൊക്കെ തന്നെ ഇവിടെ ഡിവിഷനിലൊക്കെ തുടങ്ങി അവർ ശുചീകരണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ പുരോഗമന പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുക. അപ്പോൾ നാളെ ഞാൻ ഉദ്ഘാടനത്തിന് പോവുകയാണ്. അപ്പം അങ്ങനെ എല്ലാ വിഭാഗം പുരോഗമന പ്രസ്ഥാനങ്ങളും ഏതൊക്കെ രാഷ്ട്രീയ സംഘടന അവർക്കൊക്കെ ഒരു പങ്കാളികളാകാം. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു ക്ലീൻ കേരള നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനെല്ലാവരും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ജനപ്രതിനിധികൾ മാത്രമല്ല, നിങ്ങളാണ് ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളെ വളർത്തുന്നതും അല്ലേ വലുതാക്കുന്നതും ഒക്കെ ചെയ്യുന്ന പത്രക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മളും നിങ്ങളും മനുഷ്യർ ഇങ്ങനെ ഹരിതകർമ്മസേനക്കാർക്ക് അത് കൊടുക്കാതെ നമുക്ക് ചെയ്തൂടെ? ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത്. എത്രയോ പാവങ്ങളായ സ്ത്രീകൾ നമ്മൾ നിർബന്ധിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം കേൾക്കണം. M.Tech വരെ പഠിച്ച ഒരു പെൺകുട്ടി ഹരിതകർമ്മസിൽ പണിതൊരു ചോദ്യമാണ്. മാലിന്യ സംസ്കരണത്തിനായി ശക്തമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ വികേന്ദ്രീകൃതമായി നടത്തുന്നത് എന്നും അതിൽ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും KV നഫീസ അഭിപ്രായപ്പെട്ടു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലുള്ള സംശയങ്ങളും നിരീക്ഷണങ്ങളും മാധ്യമ പ്രവർത്തകർ ശുചിത്വ മിഷൻ പ്രതിനിധികളുമായി സംവാദിക്കുകയുണ്ടായി. ശില്പശാലയുടെ ഭാഗമായി ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ പ്രസന്റേഷൻ അവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ശില്പശാലയിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KK മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത കേരളം കോഓർഡിനേറ്റർ V ബാബുകുമാർ, മാധ്യമ പ്രതിനിധികളായ മനോജ് കടമ്പാട്ട, അജീഷ് കർക്കിടകത്ത്, V മുരളി, അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത് NC, ജിഫിൻ ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എങ്കിലും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിലെ പല ദിക്കിലും പക്ഷേ പഴയ നിന്നും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കത് സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ ഇനി ആ പോരായ്മകൾ നമ്മൾ പരമാവധി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക. ഇവിടെ പറഞ്ഞ ലാസ്റ്റ് എഴുതി കാണിച്ച 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക. അതായത് നമുക്ക് ഒരു മനോഭാവ മാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോഴും നമ്മളത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്നുള്ളത്. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ വിപത്ത്, ഈ മാലിന്യം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ സാമൂഹിക വിപത്ത് എന്താണെന്നുള്ളത്, നമ്മുടെ നിലനിൽപ്പിനെ അത് ബാധിച്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യവും ഗൗരവവും നമ്മൾ അവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ആരോഗ്യ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ്. പക്ഷേ നോക്കൂ, ഏറ്റവും കൂടുതൽ രോഗാതുരതയുള്ളതും കേരളം തന്നെ. CCV ന്യൂസ്, ചേലക്കര.